عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയരെ, സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയൊരു മാറ്റമാണ് വിദ്യാഭ്യാസ രംഗത്തിലെ പരിവർത്തനം. ഇത് ഒരു വശത്ത് വലിയ സാധ്യതകൾ തുറന്നു വെക്കുമ്പോൾ മറുവശത്ത് വലിയ ആശങ്കകൾ ഉയർത്തുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കണം. അതെ, പറഞ്ഞു വരുന്നത് ഡിജിറ്റൽ പഠനം, സാധ്യതകളുടെ ലോകം, ആശങ്കകളുടെ ആയം എന്ന വിഷയത്തെ പറ്റിയാണ്. ഡിജിറ്റൽ പഠനത്തിന്റെ സാധ്യതകൾ എടുത്തു പരിശോധിക്കുമ്പോൾ ആദ്യമായി പറയാനുള്ളത് എല്ലാവർക്കും പഠനം ലഭ്യമായിരിക്കുന്നു എന്നതാണ്. മുൻകാലങ്ങളിൽ ഒരു മൊബൈൽ ഫോണും ഇന്റർനെറ്റും മതി എന്നത് അന്യമായിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തിലെവിടെ വെച്ചും നമ്മുടെ സമയത്തിനനുസരിച്ച് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഉന്നത അധ്യാപകരിൽ നിന്ന് മികച്ച അറിവ് കരസ്ഥമാക്കാനുള്ള അവസരങ്ങൾ തുറന്നു വെച്ചു തരുകയാണ് പുതിയ സാങ്കേതിക വിദ്യകൾ. ഗതാഗത തടസ്സത്താലും കുഗ്രാമങ്ങളിൽ താമസിക്കുന്നതിനാലും നിലവാരമേറിയ ഒരു അറിവ് ലഭിക്കാത്തതിനാൽ അവർക്ക് ലോകത്തിന്റെ വിവിധ ദിക്കുകളിലുള്ള ഉന്നത പ്രഗത്ഭരിൽ നിന്ന് മികച്ച വിദ്യാഭ്യാസം നേടാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ ഉപകാരമേറിയ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിരവധി സമയം ഒരു ലൈബ്രറിയിൽ ചെലവഴിക്കുന്നതിന് പകരം ഒരു ചെറിയ സെർച്ചിലൂടെ മിനിറ്റുകൾക്കുള്ളിൽ ആ വിഷയത്തെ പറ്റിയുള്ള വ്യത്യസ്ത പഠനങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എത്തിച്ചു തരുകയാണ് പുതിയ സാങ്കേതിക വിദ്യകൾ എന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. സമകാലിക ലോകത്ത് വെർച്വൽ ലാബുകളും 3D മോഡലുകളും സിമുലേഷനുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വിദ്യാർത്ഥികളെ എത്രയും വേഗത്തിൽ മനസ്സിലാക്കുന്നതിലും അവരെ ആകർഷകമാക്കുന്നതിലും അവരെ പഠിക്കുന്നതിൽ എളുപ്പമാക്കുന്നതിലും സഹായിക്കുന്നു എന്നും വളരെ ഉപകാരമേറിയ ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല, ഓൺലൈൻ ക്ലാസുകൾ ഒരു സ്കൂൾ ക്ലാസ് റൂമിന്റെ പരിധിക്കപ്പുറത്ത് വിവിധ രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നു. അത് പുതിയ തലമുറക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഇത് നമ്മെ ഒരു യാഥാർത്ഥ്യ ഗ്ലോബൽ സയൻസാക്കി മാറ്റുന്നു എന്നും ഞാൻ വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്തി തരുകയാണ്. എന്നാൽ ഇത്രയും സാധ്യതകൾ നമുക്ക് മുമ്പിൽ ഡിജിറ്റൽ പഠനം തുറന്നു വെക്കുമ്പോൾ ഒരു പ്രകാശത്തോടൊപ്പം മറ്റൊരു നിഴലുമുണ്ടാകും എന്നത് പറഞ്ഞതുപോലെ ഡിജിറ്റൽ പഠനത്തിന്റെ പിന്നാമ്പുറത്തും വലിയ ആശങ്കകരമായ ചില ആശങ്കകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നാം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ ആശങ്കകൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ആദ്യമായി പറയാനുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഉപകരണങ്ങളും ഇന്റർനെറ്റും ലഭ്യമല്ല എന്നതാണ്. അത് വളരെയധികം സങ്കടമേറിയ ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ചിലവർക്ക് കൂടുതൽ അറിവ് ലഭിക്കുകയും പഠിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ ലഭിക്കുകയും ചിലവർക്ക് കുറഞ്ഞ അവസരങ്ങൾ ലഭിക്കുകയും അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങളെ ഇല്ലായ്മ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ തലവേദന, ആരോഗ്യ ക്ഷീണങ്ങൾ എന്നീ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കി തീർക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഡിജിറ്റൽ പഠനം, അതായത് പഠനം എന്നുള്ളത് നമ്മുടെ വളർച്ചയാണ്, അല്ലാതെ തളർച്ചയല്ല. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഗെയിം അലർട്ട്, ഒരു റീല് എന്നിവയുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരുന്ന സമയത്ത് പഠനം എന്ന പാതയിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയെ ഏറ്റവും എളുപ്പത്തിൽ വഴിതെറ്റിച്ചു വിടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതെല്ലാം മനസ്സിലാക്കണം നമ്മുടെ വിദ്യാർത്ഥികൾ.
ഇതിനുള്ള പരിഹാരമായി എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കളുടെ സാങ്കേതിക ഉപകരണങ്ങളും വിദ്യാർത്ഥികളുടെ സാങ്കേതിക ഉപകരണങ്ങളും തമ്മിൽ കണക്ഷൻ ചെയ്ത് അവരെ പഠനം എന്ന വാതായനത്തിൽ നിന്ന് മറ്റൊരു വാതായനത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പരിശോധിക്കൽ മാതാപിതാക്കളുടെ കടമയാണ്. ഇവയെല്ലാം ശ്രദ്ധിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് പുതിയ തലമുറയെ രക്ഷിക്കാൻ കഴിയുമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. എല്ലാവരും ഡിജിറ്റൽ പഠനം നല്ലതിനു വേണ്ടി ഉപയോഗിക്കുക, മോശമായ കാര്യത്തിന് ഉപയോഗിക്കാതിരിക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.